ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കൈക്കൂലി ആരോപണത്തിന് പിന്നാലെ ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. ഹരീഷ് സിയുവിനെയാണ് വിജിലൻസ് ശുപാർശയെ തുടർന്ന് സസ്പെൻഡ് ചെയ്തത്. വിജിലൻസ് മിന്നൽ പരിശോധനയിൽ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് കാറിൽ കടന്നു കളയാൻ ശ്രമിച്ചിരുന്നു. ട്രാഫിക് ബ്ലോക്കിൽ വെച്ച് കാറിൽ നിന്ന് പണപ്പൊതി വലിച്ചെറിഞ്ഞതായും റിപ്പോർട്ട്. വലിച്ചെറിഞ്ഞ പൊതിയിൽ നിന്ന് 32,500 രൂപ കണ്ടെത്തി. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, ഈ പണം ഉള്ളതുകൊണ്ടായിരിക്കും സ്വാഭാവികമായും രക്ഷപ്പെടാൻ ശ്രമിച്ചത്. എന്നാലും വലിച്ചെറിഞ്ഞ് കളയാൻ 32,500 രൂപ. മാധു, തീർച്ചയായും ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ ഗുരുതരമായ കണ്ടെത്തലാണ് എക്സൈസ് ഇൻസ്പെക്ടറായ ഹരീഷ് സിയുവിനെതിരെ ഉള്ളത്. വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹരീഷിന്റെ വാഹനം ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തിയത്. ഈ പരിശോധനയ്ക്കിടെ വാഹനം വെട്ടിച്ച് അവിടെ നിന്ന് കടന്നു കളയുകയാണ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. അതിന് പിന്നാലെ പിന്തുടർന്ന് പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ വെച്ച് ആ കാറിൽ നിന്ന് ഒരു പൊതി പുറത്തേക്ക് എറിഞ്ഞു. ആ പൊതി പരിശോധിച്ചപ്പോഴാണ് ആ പൊതിക്കുള്ളിൽ 32,500 രൂപ ഉണ്ടായതായി വിജിലൻസ് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയാണ് വിജിലൻസിന്റെ വിശദമായ അന്വേഷണം ഉദ്യോഗസ്ഥനെതിരെ നടത്തുകയും പ്രാഥമിക അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയത്. അങ്ങനെ വിജിലൻസിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടും അന്വേഷണം നിലനിൽക്കുന്നു എന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ തൽസ്ഥാനത്ത് ഉദ്യോഗസ്ഥൻ തുടർന്നാൽ സുതാര്യമായ അന്വേഷണം നടക്കില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് ശുപാർശ വന്നു. അതിന് പിന്നാലെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. മാധു. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. 32,500 രൂപയാണ് ഈ ഉദ്യോഗസ്ഥനിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അത് വലിച്ചെറിഞ്ഞു കളഞ്ഞതാണ് ട്രാഫിക് ബ്ലോക്കിൽ വെച്ച്. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കിട്ടിയ കാറിൽ കയറി കടന്നു കളയാനുള്ള ശ്രമവുമാണ് നടത്തിയത്.